ഹായ് ഫ്രണ്ട്സ്, പലർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ബാഡ് ഫ്ലവർ പലർക്കും അറിയാം, ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഡ് ഫ്ലവറിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കത് അതിൻ്റെ സീഡ് വഴി നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ആയിട്ട് കിട്ടും. അല്ലാതെ നമുക്കതിന് തൈകളാണെങ്കിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, അത് ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിലിരിക്കുന്ന മെയിൻ മദർ പ്ലാന്റ് ആണ്. ഇത് ഞാൻ പണ്ടൊരിടത്ത് പ്ലാന്റ് ഹണ്ടിങ്ങിന് വേണ്ടി ഒരു കാട് പോലത്തെ ഒരു പ്ലേസിൽ ഇപ്പോൾ കാട്ടിൽ പോയതല്ല, ഒരു കാട് പോലത്തെ ഒരു പ്ലേസിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു പ്ലാന്റ്. ഓക്കെ, അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 വർഷത്തിന് ശേഷം അവിടെ പോയപ്പോൾ അയൽക്കൂട്ടംകാർ പണി ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെടികളും അറുത്ത് മാറ്റി നിറച്ച് പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞാനന്ന് ഒരു 5 വർഷത്തിന് മുന്നെയാണ് അവിടെ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചതൊന്നുമല്ല, അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത പ്ലാന്റാണ്. പ്ലാന്റ് ഹണ്ടിന് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലാന്റ് ഹണ്ടിൽ നിന്ന് റേറ്റ് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത്യാവശ്യം ഒരു എക്സോട്ടിക് സ്പീഷീസ് ആയിരുന്നു. ഓക്കെ, ഇതിൽ നിന്ന് ഒരു തൈ സൈഡിൽ നിന്ന് ഒരു തൈ വരുന്നുണ്ട്. ഇത്രയും നമ്മൾ നട്ടതിന് ശേഷം 1, 2 ഓക്കെ 2 വലിയ തൈ ഇതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമുക്ക് തൈ കിട്ടാറില്ല. ഓക്കെ, അതൊരു പ്ലാന്റ്. പിന്നെ അത് അവിടെ ഇരിപ്പുണ്ട് വേറൊരു പ്ലാന്റ്. ഇതാ, പിന്നെ ബാഡ് ഫ്ലവർ ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട് ബാഡ് ഫ്ലവേഴ്സ് കുറച്ച്, കാരണം എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നതനുസരിച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ബാഡ് ഫ്ലവറിൻ്റെ ഫ്ലവർ. ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഇതിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റിൻ്റെ ഇരട്ടിയാണ് നമ്മുടെ വൈറ്റിന്, കാരണം വൈറ്റ് അത്ര ആരുടെ കയ്യിൽ ഒരിടത്തും ഇല്ല. ഇപ്പോൾ നമുക്ക് ഞാൻ ഒത്തിരി റേറ്റ് കൊടുത്ത് മേടിച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സായി മാറിയിട്ടുണ്ട്. ഇവിടേക്ക് ഇരിപ്പുണ്ടോ. വൈറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ എല്ലാത്തിനും ഇവിടെ എന്തോ പുഴുക്കടിക്ക് വന്നിട്ടാണ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒരുമാതിരി നിൽപ്പുള്ളത്. നിങ്ങളെ പേടിക്കണം, നിങ്ങൾക്ക് നല്ല പ്ലാന്റ് തരൂതാ, തൈകളൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഈ ഒരു സൈസ് അല്ലെങ്കിൽ ഈ ഒരു സൈസ് നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഏറ്റവും വലുത് വയ്ക്കാൻ നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബാഡ് ഫ്ലവർ പ്ലാന്റ്. ഓക്കെ, അതിൻ്റെ മെയിൻ മദർ പ്ലാന്റ് ആണ് ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. ഇപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡേഴ്സ് ബുക്ക് ചെയ്യുക. ബാഡ് ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ്, എന്ന് പറഞ്ഞാൽ ഒരു 10 പീസിനകത്തൊക്കെ ഉണ്ടാവും. വളരെ വേഗം തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യുക. ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഈ കാണുന്നതായിട്ടുള്ള ബാഡ് ഫ്ലവറിൻ്റെ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 9809806874 എന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചേട്ടാ എനിക്കിതുപോലെ, ചേട്ടാ അല്ലേ ഇപ്പോൾ നിങ്ങളുടെ ഞങ്ങൾക്ക് ബ്രോ ഇതുപോലെ ആവശ്യമാണ്. കൊറിയർ ചാർജും എക്സ്ട്രാ ഉണ്ടാവും. കേരളത്തിനകത്താണെങ്കിൽ നമുക്കൊരു റേറ്റും, പുറത്താണെങ്കിൽ ഒരു 10-20 രൂപ അങ്ങോട്ടാണ് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാഡ് ഫ്ലവർ. പിന്നെ ഇവിടെ കാണപ്പെടുന്ന എല്ലാ പ്ലാന്റ്സ് ഏകദേശം സെയിലിനുള്ള, ഏകദേശം അല്ല ഇവിടെയുള്ള എല്ലാ സെയിലിനുള്ള തന്നെയാണ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ ആയി നിൽപ്പുണ്ട്. നമ്മളെ പ്ലാന്റ്സൊക്കെ കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മളെ വാട്ടർ ലില്ലിയാണ് നമ്മുടെ മെയിൻ ആൾ. ഈ വാട്ടർ ലില്ലീസൊക്കെ സെയിലുണ്ട് കേട്ടോ. ഈ ഇതുപോലത്തെ വലിയ സെയിം പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ വലിയ സെയിം പ്ലാന്റിന് നമ്മൾ ഈടാക്കുന്ന റേറ്റ് 300 രൂപയ്ക്ക് 1 രൂപ കുറവ്. അത് അങ്ങനെ പറഞ്ഞാൽ ചില തെറ്റിപ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാന്റ്, ഈ ഒരു സെയിം വലിയ പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ അസോള, അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാഡ് ഫ്ലവർ മേടിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.